നമസ്കാരം. ക്യൂ മലയാള UK ന്യൂസിലേക്ക് സ്വാഗതം. UK-യിൽ വീണ്ടും സൈബർ ആക്രമണം. 19 റെയിൽവേ സ്റ്റേഷനുകളായി സൈബർ ആക്രമണം ബാധിച്ചതായി നെറ്റ്വർക്ക് റെയിൽ അറിയിച്ചു. റെയിൽവേ സ്റ്റേഷനിലെ വൈഫൈ ഹാക്ക് ചെയ്ത് ഭീകരാക്രമണത്തെക്കുറിച്ചുള്ള സന്ദേശം പ്രദർശിപ്പിച്ചതായാണ് റിപ്പോർട്ടുകൾ. ലണ്ടൻ യൂസ്റ്റൺ, മാഞ്ചസ്റ്റർ പിക്കാഡിലി, ലിവർപൂൾ, ലൈം സ്ട്രീറ്റ്, ബർമിംഗ്ഹാം, ന്യൂ സ്ട്രീറ്റ്, എഡിൻബർഗ്, വെവർലി, ഗ്ലാസ്ഗോ സെൻട്രൽ തുടങ്ങിയ സ്റ്റേഷനുകളിലെ വൈഫൈ സംവിധാനങ്ങളെ സൈബർ ആക്രമണം ബാധിച്ചതായി നെറ്റ്വർക്ക് റെയിൽ സ്ഥിരീകരിച്ചു. വൈഫൈ ഇപ്പോഴും പ്രവർത്തനരഹിതമാണെന്ന് നെറ്റ്വർക്ക് റെയിൽ വക്താവ് പറഞ്ഞു. സൈബർ ആക്രമണത്തെക്കുറിച്ച് ട്രാൻസ്പോർട്ട് പോലീസ് അന്വേഷണം ആരംഭിച്ചതായി അധികൃതർ അറിയിച്ചു. സമാനമായ രീതിയിൽ കഴിഞ്ഞ ജൂൺ മാസത്തിൽ NHS സൈബർ ആക്രമണം നേരിട്ടിരുന്നു. ഇതുമൂലം 3000-ലധികം ആശുപത്രികളുടെ ആയിരക്കണക്കിന് GP അപ്പോയിന്റ്മെന്റുകളും തടസ്സപ്പെട്ടിരുന്നു. സംഭവത്തിൽ ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബ്രിട്ടനിലെ ഭരണകക്ഷിയായ ലേബർ പാർട്ടിയുടെ ദേശീയ സമ്മേളനത്തിൽ നിറസാന്നിധ്യമായി സോജൻ ജോസഫ് MP. ബ്രിട്ടനിലെ ഭരണകക്ഷിയായ ലേബർ പാർട്ടി നീണ്ട 15 വർഷം പ്രതിപക്ഷ പാർട്ടിയായി ഇരുന്ന ശേഷം അധികാരത്തിലെത്തിയ ആദ്യ സമ്മേളനമായിരുന്നു ലിവർപൂളിൽ നടന്നത്. പ്രധാനമന്ത്രിയും പാർട്ടി ലീഡറുമായ കെയർ സ്റ്റാർമർ, ഉപപ്രധാനമന്ത്രി ആഞ്ചല റെയ്നർ, ധനകാര്യമന്ത്രി റേച്ചൽ റീവ്സ് തുടങ്ങി ഭരണതലത്തിലും സംഘടനാ തലത്തിലുമുള്ള വലിയൊരു നിര തന്നെ ലിവർപൂളിനെ രാജ്യത്തിന്റെ ശ്രദ്ധാകേന്ദ്രമാക്കി മാറ്റി. ലേബർ പാർട്ടിയുടെ ദേശീയ സമ്മേളനത്തിൽ മലയാള പെരുമ വിളിച്ചറിയിച്ചുകൊണ്ട് രാജ്യത്തെ പ്രധാന മലയാളി ലേബർ നേതാക്കളുടെ സജീവ സാന്നിധ്യം ദേശീയ സമ്മേളനത്തിൽ ഉണ്ടായിരുന്നു. ബ്രിട്ടീഷ് പാർലമെന്റിലെ ആദ്യ മലയാളി MP സോജൻ ജോസഫ്, ലേബർ പാർട്ടി ദേശീയ സമിതി അംഗവും ന്യൂഹാം കൗൺസിലറുമായ ജോസ് അലക്സാണ്ടർ, ബേസിംഗ് സ്റ്റോക്ക് കൗൺസിലർ സജീഷ് ടോം, ന്യൂകാസിൽ കൗൺസിലർ ജൂന സത്യൻ, മുൻ ന്യൂഹാം കൗൺസിലർ സുഗതൻ തെക്കേപ്പുര, മുൻ മേയറും നിലവിലെ ക്രോയ്ഡൺ കൗൺസിലറുമായ മഞ്ജു ഷാഹുൽ ഹമീദ് തുടങ്ങിയവരാണ് പങ്കെടുത്തത്. കനത്ത സുരക്ഷാ സംവിധാനങ്ങൾക്ക് നടുവിൽ സെപ്റ്റംബർ 22 മുതലാണ് ദേശീയ സമ്മേളനം ആരംഭിച്ചത്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾക്കൊപ്പം നിരവധി ലോകരാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളും സമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നു. ഏകദേശം 20,000-ഓളം പേരാണ് സമ്മേളനത്തിൽ പങ്കെടുത്തത്. നോൺ ഡൊമിസൈൽഡ് സ്റ്റാറ്റസിനായുള്ള ലേബർ പാർട്ടിയുടെ പ്ലാൻ ട്രഷറി പുനഃപരിശോധിക്കുന്നതായി റിപ്പോർട്ടുകൾ. നോൺ ഡൊമിസൈൽഡ് സ്റ്റാറ്റസ് UK-യിൽ താമസിക്കുന്നവരും എന്നാൽ നികുതി ആവശ്യങ്ങൾക്കായി താമസമില്ലാത്തവരുമായി കണക്കാക്കപ്പെടുന്ന വ്യക്തികളും അവരുടെ ലോകമെമ്പാടുമുള്ള വരുമാനത്തിന് UK-യിൽ നികുതി അടയ്ക്കുന്നത് ഒഴിവാക്കാൻ അനുവദിക്കുന്നു. NHS പോലുള്ള പൊതുസേവനങ്ങൾക്ക് ഫണ്ട് നൽകുന്നതിന് നോൺ ഡോൺ സ്റ്റാറ്റസ് അവസാനിപ്പിക്കുന്നതിലൂടെ ലഭിക്കുന്ന നികുതി വരുമാനം ഉപയോഗിക്കാൻ ലേബർ പാർട്ടി നിർദ്ദേശിക്കുന്നു. വരുമാന അസമത്വം പരിഹരിക്കുന്നതിനായി ട്രഷറിയുടെ പുനർവിചിന്തനം നികുതി നയത്തിൽ വിശാലമായ മാറ്റത്തെ സൂചിപ്പിക്കുന്നു. ലേബർ പാർട്ടിയുടെ നോൺ ഡോം ടാക്സ് സ്റ്റാറ്റസ് സമ്പന്നരായ വ്യക്തികളെ ലക്ഷ്യമിട്ടുള്ളതാണ്. ഒരു നോൺ ഡോമിന് അവർ UK-യിൽ സമ്പാദിക്കുന്ന പണത്തിന് മാത്രമേ നികുതി നൽകേണ്ടതുള്ളൂ. ലോകത്ത് മറ്റെവിടെയെങ്കിലും ഉണ്ടാക്കിയ പണത്തിന് അവർ UK സർക്കാരിന് നികുതി നൽകേണ്ടതില്ല. സമ്പന്നരായ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം കുറഞ്ഞ നികുതിയുള്ള ഒരു രാജ്യത്ത് സമ്പാദ്യമുണ്ടെങ്കിൽ അവർക്ക് പൂർണ്ണമായും നിയമപരമായ സമ്പാദ്യത്തിനുള്ള അവസരം ഇത് നൽകുന്നു. മുൻ പ്രധാനമന്ത്രി ഋഷി സുനക്കിന്റെ ഭാര്യ അക്ഷത മൂർത്തിയാണ് ഏറ്റവും അറിയപ്പെടുന്ന നോൺ ഡോമികളിലൊന്ന്. യൂത്ത് മൊബിലിറ്റി കരാറിൽ വിട്ടുവീഴ്ച ചെയ്യുമെന്ന് യൂറോപ്യൻ യൂണിയൻ സൂചന നൽകുന്നു. യുവാക്കൾക്ക് യൂറോപ്പ് ചുറ്റി സഞ്ചരിക്കാൻ കൂടുതൽ സ്വാതന്ത്ര്യം അനുവദിക്കുന്നതിനുള്ള പുതിയ കരാറിൽ UK-യുമായി വിട്ടുവീഴ്ചയ്ക്ക് യൂറോപ്യൻ യൂണിയൻ തയ്യാറാണെന്ന് തോന്നുന്ന സാഹചര്യത്തിലാണ് സന്ദർശനം. ബ്രെക്സിറ്റിന് ശേഷമുള്ള ബന്ധങ്ങളെക്കുറിച്ച്, പ്രത്യേകിച്ച് UK-EU രാജ്യങ്ങൾക്കിടയിൽ ഉള്ള യുവാക്കളുടെ എളുപ്പത്തിലുള്ള യാത്ര, തൊഴിലവസരങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള ചർച്ചകൾക്കിടയിലാണ് ഈ വികസനം. ഈ കരാറുകൾ യുവാക്കൾക്ക് 2 വർഷം വരെ പരസ്പരം രാജ്യങ്ങളിൽ യാത്ര ചെയ്യാനും ജോലി ചെയ്യാനും അനുവദിക്കുന്നു. ഒക്ടോബർ 1 മുതൽ ഇന്ത്യക്കാർക്ക് വിസ അവസരങ്ങളുമായി ഓസ്ട്രേലിയ. 2022 ഡിസംബറിൽ പ്രാബല്യത്തിൽ വന്ന ഇന്ത്യ-ഓസ്ട്രേലിയ സാമ്പത്തിക സഹകരണ വ്യാപാര കരാറിന് കീഴിലുള്ള പ്രതിബദ്ധതയുടെ ഭാഗമായി ഒക്ടോബർ 1 മുതൽ ഓസ്ട്രേലിയ ഇന്ത്യൻ പൗരന്മാർക്ക് ഓരോ വർഷവും 1000 വർക്ക് ആൻഡ് ഹോളിഡേ വിസ വാഗ്ദാനം ചെയ്യുന്നു. സെപ്റ്റംബർ 23 മുതൽ 26 വരെ 3 ദിവസത്തെ ഓസ്ട്രേലിയ സന്ദർശനത്തിനെത്തിയ മന്ത്രി പീയൂഷ് ഗോയൽ വർക്ക് ആൻഡ് ഹോളിഡേ വിസ 2024 ഒക്ടോബർ 1 മുതൽ പ്രവർത്തനക്ഷമമാകുന്നതിൽ സന്തോഷമുണ്ടെന്ന് വ്യാഴാഴ്ച ഒരു പോസ്റ്റിൽ പറഞ്ഞു. ECTA പ്രകാരം 18 മുതൽ 30 വരെ പ്രായമുള്ള ഇന്ത്യൻ പൗരന്മാർക്ക് ഓസ്ട്രേലിയയിലുടനീളം ജോലി ചെയ്യാനും പഠിക്കാനും യാത്ര ചെയ്യാനും 1 വർഷത്തെ വിസയ്ക്ക് അപേക്ഷിക്കാം. കരാർ പ്രാബല്യത്തിൽ വന്ന് 2 വർഷത്തിനുള്ളിൽ ഇന്ത്യൻ പൗരന്മാർക്കായി കാൻബറ വർക്ക് ആൻഡ് ഹോളിഡേ വിസ പ്രവർത്തനക്ഷമമാക്കും. വെള്ളപ്പൊക്കവും ഗതാഗത തടസ്സവും ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ആംബർ അലർട്ട് പ്രഖ്യാപിച്ചു. വെസ്റ്റ് മിഡ്ലാൻഡ്സിലുടനീളം മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം യെല്ലോ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കനത്ത മഴ തുടരുന്നതിനാൽ സ്കൂളുകൾ അടച്ചിടുകയും ചില ട്രെയിനുകൾ റദ്ദാക്കുകയും ചെയ്തു. മറ്റിടങ്ങളിൽ മഴയെ തുടർന്ന് ട്രെയിനുകൾക്ക് പകരം ബസ് സർവീസുകൾ ആരംഭിച്ചിട്ടുണ്ട്. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യാഴം വെള്ളി ദിവസങ്ങളിൽ വെള്ളപ്പൊക്ക മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. ചാനൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് പ്രോത്സാഹിപ്പിക്കണം.